ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ഷാപ്പിൽ കിട്ടുന്ന മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഏകദേശം 1/2 കിലോ മീൻ ഞാൻ എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, പിന്നെ ഏകദേശം ഒരു 7 ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ ഏകദേശം ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ കുടംപുള്ളി ഞാൻ ചെറുത് 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഇതുപോലെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക്, പിന്നെ ഉലുവ, ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി നല്ലോണം ഒന്ന് മൂപ്പിച്ച് നല്ലൊരു ഗോൾഡിഷ് കളറിലേക്ക് എടുക്കണം. നല്ലോണം ഒന്ന് മൂപ്പിക്കണം. നല്ല മണം വരുന്നുണ്ട്. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്തതിൻ്റെ ആ ഒരു മണം. ഇനി ചെറിയ ഉള്ളിയും കൂടി ചേർത്തു ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കുവാണ്. ഒരു ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിലേ ആ ഒരു കളർ ഇറങ്ങത്തുള്ളൂ. പിന്നെ ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്യണം ആദ്യം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടി ഞാൻ ചേർക്കുന്നു. മുളക് പൊടി ഏകദേശം ഒരു 2.5 ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. എനിക്കിവിടെ എരിവ് കുറവായതുകൊണ്ടാണ് ഞാൻ 2.5 ടീസ്പൂൺ ചേർക്കുന്നത്. ഈ ഒരു ടീസ്പൂണിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നല്ലോണം ഒന്ന് ഫ്രൈ ആകണം. എന്നിട്ട് മല്ലിപ്പൊടി ഏകദേശം 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുതിർക്കാൻ വച്ചിരുന്ന കുടംപുളി ഒഴിച്ചു. ഇനി ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി മസാലയൊക്കെ ഒന്ന് ഫ്രൈ ആയി എണ്ണ പുറത്ത് വരുന്ന രീതിയിൽ, നല്ല രീതിയിൽ മസാല ഒന്ന് ഫ്രൈ ആയി എണ്ണ പുറത്ത് വരണം. അത്രത്തോളം നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തിരിക്കുന്ന കുടംപുളിയുടെ പുളിപ്പും കൂടെ നല്ല രീതിയിൽ ആ മസാലയിൽ പിടിക്കും. കുടംപുളിയും കൂടെ ചേർത്താണ് ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. സാധാരണ മീൻകറി വയ്ക്കുമ്പോൾ അടുത്ത ദിവസമായാലേ ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇറങ്ങത്തുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ അടുത്ത ദിവസം വരെ കാത്തിരിക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോഴത്തന്നെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി കഴിക്കാനായിട്ട് പറ്റും. ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഞാനിവിടെ 1.5 കപ്പ് ചേർക്കുന്നുള്ളൂ. ഇതൊന്ന് തിളച്ചതിന് ശേഷം മാത്രം മീനിന് ചേർക്കുക. മീൻ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം ഇളക്കാൻ പാടില്ല. ഇങ്ങനെ ഞാൻ എല്ലാ മീനും ഞാൻ ചേർത്തിട്ടുണ്ട്. ജസ്റ്റ് ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട്, അധികം ഇളക്കരുത്, ശ്രദ്ധിക്കുക. കുറച്ച് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഞാനിതിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് പോവാണ്. വായിൽ വെള്ളം ഊറുന്ന നല്ല നാടൻ കള്ളുഷാപ്പിലെ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നവരെയും ബൈ ബൈ. താങ്ക് യു.